പ്രധാനമന്ത്രിയുടെ നിലപാടുകളെ കളിയാക്കിയവരെ ജനം ഏറിൽ കയറ്റി പ്രധാനമന്ത്രിക്കൊപ്പമാണ് ജനങ്ങൾ എന്ന് മനസ്സിലായപ്പോൾ യുദ്ധം തുടങ്ങിയാൽ നിരപരാധികൾ കൊല്ലപ്പെടുമേ, രാജ്യം 14 വർഷം പുറകോട്ട് പോകുമേ എന്നൊക്കെ പറഞ്ഞ് നന്മവര ട്രാക്കിലേക്ക് മാറിയിരിക്കുകയായിരുന്നു മോദി വിരോധികൾ. പാകിസ്ഥാനോടുള്ള യുദ്ധമല്ല ലക്ഷ്യമെന്നും ശത്രു ഇന്ത്യയെ തൊട്ടാൽ എന്താകുമെന്നും നമ്മുടെ സൈനിക ശക്തിയുടെ പവറും കൃത്യതയും വ്യക്തമായിട്ട് ലോകരാജ്യങ്ങളെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്ത്യ പാക് യുദ്ധം ഉണ്ടാകുകയും പാകിസ്ഥാന്റെ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള ആളപായം സംഭവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ മോദിയുടെ ഓവർ കോൺഫിഡൻസിലും അദ്ദേഹത്തിന്റെ യുദ്ധവെറിയിലും കൂട്ടത്തിൽ പാക് ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലും നമ്മുടെ രാജ്യത്തെ കുരുതി കൊടുത്തു എന്ന് ശത്രുക്കൾ പറഞ്ഞു പരത്തിയേനെ. ഈ പബ്ലിസിറ്റിയിലൂടെ മോദിയുടെ ജനസമ്മതി ഇല്ലാതാക്കി ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാമെന്ന മോഹമാണ് വെടിനിർത്തലോടുകൂടി ഇല്ലാതായതും യുദ്ധം വേണ്ട എന്ന് പറഞ്ഞു നടന്നവരുടെ ഇപ്പോഴുള്ള യുദ്ധത്തിനായിട്ടുള്ള മുറവിളിയുടെ രഹസ്യവും. നമ്മളൊരു കാര്യം മാത്രം ആലോചിക്കുക, റഷ്യ യുക്രൈനെ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തീർക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ യുദ്ധം തീർന്നിട്ടില്ല.